ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്ര അത്യാവശ്യമായി തിരക്ക് പിടിച്ച് എന്തിനാണോ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ടും ഞാൻ ബഹുമാന്യനായ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പത്രസമ്മേളനം കാണുകയുണ്ടായി. GSTയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ പത്രസമ്മേളനത്തിൽ പ്രതിപാദിച്ചത്. അപ്പം അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ വരാം. ആദ്യം ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ. റിപ്പബ്ലിക് ഡേക്ക് പ്രധാനമന്ത്രി നമുക്ക് വാഗ്ദാനം ചെയ്ത GSTയുടെ ഗുണഭോക്താക്കൾ ആരാവും എന്നുള്ളതിനെ പറ്റിയാണ്. അതിൽ എൻ്റെ ഒരു വെർഷനാണ് ഞാൻ പറയുന്നത്. അത് ബഹുമാന്യനായ മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പത്രസമ്മേളനത്തിൽ ഞാൻ കേട്ട ഒരു വാചകം, ഒരു ഫ്രിഡ്ജിൻ്റെ വിലയെപ്പറ്റി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഫ്രിഡ്ജിൻ്റെ വിലയെപ്പറ്റി GSTയുമായി കണക്ട് ചെയ്തുകൊണ്ട് പുള്ളി പറഞ്ഞത് അതേ വാദഗതിയിൽ തന്നെയാണ് ഞാൻ പോകാൻ പോകുന്നത്. GST കുറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി അത് എന്ന് ഉപകാരപ്പെടും എന്നുള്ളൊരു ചോദ്യവും എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് എന്ന് ഉപകാരപ്പെടും എന്നുള്ളതിനെ പറ്റി ആൻസർ പറയാം. GST കൗൺസിൽ സെപ്റ്റംബർ 5-ാം തീയതിക്ക് ശേഷം നടക്കുന്ന മീറ്റിങ്ങിൽ ഇത് തീരുമാനങ്ങളിലേക്ക് വരും. അത് ഒരു ഫയലായി ക്രോഡീകരിച്ച് അതിൻ്റേതായ സാധനങ്ങളൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് സംസാരിച്ച് അതിനൊരു പൂർണ്ണ രൂപത്തിലെത്തി അത് നമ്മൾക്ക് ഉപയോഗപ്രദമാക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കാലതാമസം എത്രയായിരിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഏകദേശം അതൊരു ദീപാവലി നവംബർ സമയത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ GST കുറഞ്ഞാൽ അത് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമോ എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഉദാഹരണ സഹിതം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ സാർ പറഞ്ഞിരുന്നു. അതിൽ എൻ്റെ വെർഷനിൽ അങ്ങനെ പറയാനുള്ള ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മോട്ടോർ വെഹിക്കിളുമായി സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യം കൂടെ ചേർത്തിട്ട് പറയാം. കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ മന്ത്രിക്കും നിർമ്മല സീതാരാമൻ, കേരള ഫിനാൻസ് മിനിസ്റ്റർക്കും ബാലഗോപാൽ സാറിനും നിർമ്മല സീതാരാമനും ലെറ്റർ കൊടുത്തിട്ടുണ്ടായി. ഇത് എന്തൊക്കെ തരത്തിൽ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അത് 5%-ഉം 18%-ഉമായിട്ട് നിർത്തണം എന്നുള്ളതാണ്. പുതിയ വാഹനങ്ങൾക്ക് 18%-ഉം അതിലെ ചെറു മോഡൽ കാറുകൾക്ക് 5%-ലേക്കും കൊണ്ടുവന്നും സർവീസിൻ്റെ GST അത് ഒന്നിൽ ഇല്ലാതെ 0-യോ അതല്ലെങ്കിൽ 5%-ലേക്ക് കൊണ്ടുവന്ന് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ്. അതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെയും പെർസെൻറ്റേജ് 5% ഇല്ലാതാക്കണം എന്നുള്ളതാണ്. ഇല്ലാതാക്കില്ലെങ്കിൽ 0-യിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അത് 5%-ലേക്ക് കൊണ്ടുവരണം. സ്പെയർ പാർട്സും ഓയിലും ഒക്കെ 5%-ലേക്ക് കൊണ്ടുവന്ന് സർവീസിനെയും രക്ഷപ്പെടുത്തണം. അപ്പോൾ സർവീസ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ആണ് കൂടുതൽ കാലം സാധാരണ ജനങ്ങളിലേക്ക് നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ GST കുറയുന്നതിൻ്റെ പരിധി ഒരു പരിധി വരെ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാക്കി മാറ്റം ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വെർഷൻ. ആ ഒരു ലെറ്റർ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ശാസ്ത്രം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമായി പോകാത്തതിനുള്ള പല കാരണങ്ങളുണ്ട്. ഈ GST കുറയ്ക്കുന്ന സമയത്ത് മാനുഫാക്ചേഴ്സ് അവരുടെ വില ഇത് കൂട്ടാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അത്തരത്തിലുണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഈ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ ജിയോടും ഇവിടുന്ന് പോകുന്ന GST കൗൺസിലിലേക്ക് പോകുന്ന ആൾക്കാരോടും ബഹുമാന്യനായ ബാലഗോപാൽ സാറ് അതും ഉന്നയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പൂർണ്ണ വിശ്വാസം. അതും കൂടെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു GST ആയിരിക്കണം ഉണ്ടാവേണ്ടതെന്നും വിനീതമായി ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും അങ്ങ് അത് പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി രണ്ടാമത്തെ കാര്യം, അതിൻ്റെ തന്നെ സാധാരണ ഇതിൽ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ കാര്യം, തെലങ്കാന സ്റ്റേറ്റ് അവരുടെ റോഡ് ടാക്സ് ഉയർത്തിയതായിട്ട് ചില ദൃശ്യ നവമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 28% എന്തോ ആണ് അതിൻ്റെ GST അല്ല GST കുറയ്ക്കും എന്നറിഞ്ഞുകൊണ്ട് റോഡ് ടാക്സിനകത്ത് വ്യത്യാസം വരുത്തിയത്. അപ്പം GSTയിൽ കുറഞ്ഞു വന്ന റോഡ് ടാക്സിൽ കൂടിയ വാഹനങ്ങളുടെ വിലയ്ക്ക് വ്യത്യാസം വരുമോ? ഇനി അതും അല്ലെങ്കിൽ
മാനുഫാക്ചർ ഈ വാഹനങ്ങളുടെയൊക്കെ വില കൂട്ടിയാൽ GST കുറഞ്ഞതുകൊണ്ടുള്ള ഗുണം സാധാരണക്കാരന് കിട്ടുമോ? ഈ 2 ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട മാനുഫാക്ചർമാരോടും ബഹുമാനിയായ നിർമ്മലാ സീതാരാമൻ ജിയോടും ബഹുമാന്യനായ അങ്ങേയറ്റം കടപ്പാടുമുള്ള നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററായ ശ്രീ ബാലഗോപാൽ സാറിനോടും സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക്, ആ സ്ഥിതിയിലേക്ക് വരുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം കുറഞ്ഞു പോകും എന്നുദ്ദേശിച്ചുകൊണ്ട് പലതരത്തിലുള്ള കൂട്ടലുകൾ കൂട്ടാതെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം പുനഃസൃഷ്ടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോയുടെ കാമ്പ് പൂർണ്ണമായും അങ്ങ് ഉൾക്കൊള്ളും. നിർമ്മലാ സീതാരാമൻ ജിക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരെങ്കിലും കൊടുക്കും എന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.